ആരാധനാക്രമം എന്നത് നമ്മൾ മനുഷ്യർ ദൈവത്തിനു വേണ്ടി ചെയ്യുന്നൊരു കാര്യം മാത്രമല്ല, മറിച്ച് പരിശുദ്ധ തൃത്വം തന്നെ നമ്മോടൊപ്പം ചേർന്നു പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഭവമാണ്. ഈ ഒരു ആശയത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെന്നാലോ? തീർച്ചയായും. ഇതൊരു വലിയ കാഴ്ചപ്പാട് തന്നെയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഈ ഭാഗങ്ങൾ സംസാരിക്കുന്നത് സാക്രമെന്റൽ എക്കോണമി എന്നൊരു ആശയത്തെക്കുറിച്ചാണ്. ഓക്കെ. പേര് കേട്ട് പേടിക്കണ്ട, വളരെ ലളിതമാണ്. അതായത് ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ ഒരു വലിയ പദ്ധതി ഒരുക്കി. ആ പദ്ധതിയാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും ഉയിർപ്പുമെല്ലാം. അപ്പോൾ ഈ രക്ഷയുടെ ഫലങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഓരോരുത്തരിലേക്കും എങ്ങനെ കൃത്യമായി എത്തുന്നു, അതിനുള്ള ഒരു സംവിധാനമാണ് സഭയുടെ ആരാധനാക്രമം. ഒരു ദൈവീക വിതരണ ശൃംഖല പോലെ. കൊള്ളാം. ആ ഒരു ദൈവീക വിതരണ ശൃംഖല എന്ന പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇതാണ്: ഈ സംവിധാനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് ആരാധനാക്രമത്തെ ഒരു വലിയ ദൈവിക ഓർക്കസ്ട്രയായി സങ്കല്പിക്കാം, അല്ലേ? നല്ലൊരു ഉപമയാണ്. പിതാവാണതിന്റെ സംഗീത സംവിധായകൻ, പുത്രനാണ് പ്രധാന വാദ്യോപകരണത്തിലൂടെ ആ സംഗീതം ലോകത്തിലേക്ക് എത്തിക്കുന്നത്, പിന്നെ പരിശുദ്ധാത്മാവാണ് ആ സംഗീതം നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ ഓരോരുത്തർക്കുമായി ക്രമീകരിക്കുന്ന കണ്ടക്ടർ. അപ്പോ നമുക്ക് ആദ്യം ആ സംഗീത സംവിധായകനെ പരിചയപ്പെടാമല്ലേ? നല്ലൊരു തുടക്കം. പിതാവിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരി. ഈ രേഖകൾ പറയുന്നത് പിതാവാണ് ആരാധനാക്രമത്തിന്റെ ഉറവിടവും ലക്ഷ്യവും എന്നാണ്. എഫേസോസുകാർക്കുള്ള ലേഖനത്തിലെ ഒരു ഭാഗം ഇവിടെ എടുത്തു പറയുന്നുണ്ട്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സാധാരണ നമ്മളാണ് ദൈവത്തെ വാഴ്ത്തുന്നത്, എന്നാൽ ഇവിടെ പറയുന്നത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു, വാഴ്ത്തുന്നു എന്നാണ്. അപ്പോ ഈ അനുഗ്രഹം എന്നതാണ് എല്ലാത്തിന്റെയും തുടക്കം. അതെ, അതാണ് അടിസ്ഥാനം. ദൈവത്തിൽ നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം കാണുന്നത്. ലോകം സൃഷ്ടിച്ചത് ഒരു അനുഗ്രഹമാണ്, മനുഷ്യനെ സൃഷ്ടിച്ചത് മറ്റൊരു വലിയ അനുഗ്രഹം. ചരിത്രത്തിലുടനീളം ദൈവം ഇടപെടുന്നതെല്ലാം അതെല്ലാം അവന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. രക്ഷാകര ചരിത്രം എന്നത് ഒരു വലിയ ദൈവികാനുഗ്രഹത്തിന്റെ കഥയാണ്. ഈ അനുഗ്രഹം മനുഷ്യചരിത്രത്തിലേക്ക് കടന്നുവന്നതിനെക്കുറിച്ച് ഈ രേഖകൾ വിശദമായി പറയുന്നുണ്ടല്ലോ. ദൈവം ആദ്യം എല്ലാ ജീവജാലങ്ങളെയും, പ്രത്യേകിച്ച് സ്ത്രീയെയും പുരുഷനെയും അനുഗ്രഹിച്ചു. പിന്നീട് പാപം കാരണം ആ ബന്ധത്തിൽ ഒരു വിള്ളൽ വീണപ്പോൾ നോഹയിലൂടെ ആ അനുഗ്രഹം പുതുക്കി. എന്നാൽ അബ്രഹാമിലാണ് ഒരു വലിയ വഴിതിരിവ് സംഭവിക്കുന്നത്, അല്ലേ? വളരെ ശരിയാണ്. അബ്രഹാമിലൂടെയാണ് ആ ദൈവികാനുഗ്രഹം മനുഷ്യചരിത്രത്തിലേക്ക് ഒരു പുതിയ വഴി തുറക്കുന്നത്. അതുവരെ മരണത്തിലേക്കും നാശത്തിലേക്കും പോയിക്കൊണ്ടിരുന്ന മനുഷ്യചരിത്രത്തെ അബ്രഹാമിന്റെ വിശ്വാസത്തിലൂടെ ദൈവം ജീവനിലേക്ക്, അതായത് അതിന്റെ ഉറവിടമായ തന്നിലേക്ക് തിരിച്ചുവിടുകയാണ്. അതൊരു നിർണായക നിമിഷമായിരുന്നു. അതിനുശേഷമുള്ള സംഭവങ്ങളും ഈ അനുഗ്രഹത്തിന്റെ ഭാഗമായിരുന്നു. ഇസഹാക്കിന്റെ ജനനം, ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട്, അതെല്ലാം. തീർച്ചയായും അവയെല്ലാം ആ വലിയ അനുഗ്രഹത്തിന്റെ വ്യക്തമായ അടയാളങ്ങളായിരുന്നു. ഇസഹാക്കിന്റെ അത്ഭുതകരമായ ജനനം, പെസഹയിലൂടെയുള്ള വിമോചനം, വാഗ്ദത്തഭൂമി നൽകിയത്, ദാവീദിനെ രാജാവായി തിരഞ്ഞെടുത്തത്, ജെറൂസലേം ദേവാലയത്തിലെ ദൈവസാന്നിധ്യം, ഇതെല്ലാം പഴയ നിയമ ഇസ്രായേൽ ജനതയുടെ ആരാധനാക്രമത്തിന്റെ ഭാഗമായിരുന്നു. അവരുടെ സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളും ഈ വലിയ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതായിരുന്നു. അതായത് ദൈവം നൽകിയ അനുഗ്രഹത്തിന് അവർ സ്തുതിയുടെയും കൃതജ്ഞതയുടെയും അനുഗ്രഹങ്ങൾ കൊണ്ട് മറുപടി നൽകി. അപ്പോ അവിടെ ഒരുതരം സംഭാഷണം നടക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കുന്നു, മനുഷ്യൻ തിരികെ സ്തുതിക്കുന്നു. ഓക്കെ, അപ്പോൾ 2000 വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ ആരാധനാക്രമത്തിൽ ഈ പിതാവിന്റെ പങ്കെന്താണ്? അവിടെയാണ് വിഷയം ഏറ്റവും മനോഹരമാകുന്നത്. സഭയുടെ ആരാധനാക്രമത്തിൽ ഈ ദൈവികാനുഗ്രഹം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുകയാണ്. പിതാവിനെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടവും ലക്ഷ്യവുമായി നമ്മൾ അംഗീകരിക്കുന്നു. എന്നിട്ടൊരു ഇരട്ട പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒന്നാമതായി, പിതാവ് തന്റെ പുത്രനിലൂടെ നമ്മെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. ശരി. ആ അനുഗ്രഹത്തിന്റെ പൂർണ്ണതയാണ് പരിശുദ്ധാത്മാവ്. രണ്ടാമതായി, നമ്മൾ ആ അനുഗ്രഹങ്ങൾക്ക് മറുപടിയായി സ്നേഹത്തോടെ ആരാധനയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. അതായത് കുർബാനയിൽ നമ്മൾ അപ്പവും വീഞ്ഞും സമർപ്പിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് ആദ്യം തന്ന ദാനങ്ങളെ തന്നെ തിരികെ സമർപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഈ കാഴ്ചവസ്തുക്കളുടെ മേലും ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന്.
അപ്പോൾ പിതാവ് നൽകുന്ന അനുഗ്രഹം നമ്മളിലൂടെ ലോകത്തിലേക്ക് ഒഴുകുകയാണ്. ഇതൊരു വലിയ ചാക്രിക പ്രവാഹം പോലെ തോന്നുന്നു. കൃത്യം. അതൊരു സജീവമായ ജീവസത്ത ബന്ധമാണ്. പിതാവിൽ നിന്ന് തുടങ്ങി നമ്മളിലൂടെ കടന്നുപോയി തിരികെ പിതാവിലേക്ക് തന്നെ എത്തുന്ന ഒരു സ്നേഹത്തിന്റെ പ്രവാഹം. അതാണ് ആരാധനാക്രമത്തിന്റെ ഹൃദയം. കൊള്ളാം. അപ്പോൾ സംഗീത സംവിധായകനായ പിതാവ് ഈ അനുഗ്രഹത്തിന്റെ സംഗീതം രചിച്ചു. ഇനി ആ സംഗീതം എങ്ങനെയാണ് ലോകത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്? അവിടെയാണ് പുത്രന്റെ പങ്കുവരുന്നത്, അല്ലേ? നമ്മുടെ ഓർക്കസ്ട്രയിലെ പ്രധാന അവതാരകൻ. അതെ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഉത്ഥിതനായ ക്രിസ്തു താൻ സ്ഥാപിച്ച കൂദാശകളിലൂടെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കൂദാശകൾ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകുന്ന അടയാളങ്ങളാണ്. വാക്കുകൾ, പ്രവൃത്തികൾ, വെള്ളം, എണ്ണ, അപ്പം, വീഞ്ഞുപോലുള്ള വസ്തുക്കൾ. ഇവ വെറും അടയാളങ്ങളല്ല. ക്രിസ്തുവിന്റെ പ്രവർത്തനത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും അവ എന്തിനെയാണോ സൂചിപ്പിക്കുന്നത്, ആ കൃപയെ യഥാർത്ഥത്തിൽ അവിടെ സന്നിഹിതമാക്കുന്നു. ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ക്രിസ്തുവിന്റെ പെസഹ രഹസ്യമാണെന്ന് തോന്നുന്നു. അത് ചരിത്രത്തിൽ ഒരിക്കൽ സംഭവിച്ച കാര്യമാണ്. എന്നാൽ മറ്റ് ചരിത്ര സംഭവങ്ങളെപ്പോലെ അതങ്ങ് കഴിഞ്ഞുപോയിട്ടില്ല എന്ന് ഈ രേഖകൾ പറയുന്നു. അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഇതൊരു നിർണായകമായ പോയിന്റാണ്. ക്രിസ്തുവിന്റെ മരണം, ഉയിർപ്പ് എന്നിവ ചരിത്രത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളാണ്. എന്നാൽ ക്രിസ്തു ദൈവമായതുകൊണ്ട് അവന്റെ പ്രവൃത്തികൾക്ക് ഒരു ദൈവീകവും നിത്യവുമായ മാനമുണ്ട്. ഓക്കേ. അതുകൊണ്ട് ആ സംഭവങ്ങൾ കാലത്തെ അതിജീവിക്കുന്നു. അവ ഭൂതകാലത്തിൽ തളച്ചിടപ്പെട്ട ഒന്നല്ല. ഓരോ തവണ സഭ ആരാധനാകർമ്മങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന ആഘോഷിക്കുമ്പോഴും ആ ഒരേയൊരു നിത്യമായ യാഥാർത്ഥ്യം, അതായത് കാൽവറിയിലെ കുരിശും ഒഴിഞ്ഞ കല്ലറയും, അത് നമ്മുടെ കാലത്തിൽ ഇവിടെയും ഇപ്പോഴും സന്നിഹിതമാവുകയാണ്. ഒരു നിമിഷം, ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കട്ടെ. അപ്പൊ നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ 2000 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെ ഓർക്കുകയല്ല ചെയ്യുന്നത്, അല്ലേ? അല്ല. ആ നിത്യമായ സംഭവത്തിലേക്ക് നമ്മൾ കാലം കടന്നു ചെന്ന് പങ്കുചേരുകയാണ്. ഇതൊരു വലിയ കാഴ്ചപ്പാട് മാറ്റം തന്നെയാണല്ലോ. അതെ, അത് വെറുമൊരു ഓർമ്മ പുതുക്കലല്ല, യഥാർത്ഥ പങ്കാളിത്തമാണ്. അതുകൊണ്ടാണ് ആരാധനാക്രമം ഇത്ര ശക്തമാകുന്നത്. ഈ ശക്തിയാണ് ഉത്ഥിതനായ ക്രിസ്തു അപ്പസ്തോലന്മാർക്ക് നൽകിയത്. അവർ ഈ രക്ഷാകര പ്രവർത്തനം തുടരാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടു. അവർ തങ്ങളുടെ പിൻഗാമികളായ മെത്രാന്മാർക്കും പുരോഹിതർക്കും ഈ അധികാരം കൈമാറി. ഈ അപ്പസ്തോലിക പാരമ്പര്യം വഴിയാണ് ക്രിസ്തുവിന്റെ ആ ഒരേയൊരു പ്രവർത്തനം ഇന്നും ലോകത്തിൽ തുടരുന്നത്. ഓക്കെ, അപ്പോൾ ആരാധനാക്രമത്തിൽ ക്രിസ്തു സന്നിഹിതനാണെന്ന് നമ്മൾ പറയുന്നു. അതെങ്ങനെയൊക്കെയാണ് പ്രായോഗികമായി സംഭവിക്കുന്നത്? ഈ രേഖകളിൽ 4 പ്രധാന വഴികൾ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയിലാണ്. അൾത്താരയിലെ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ ക്രിസ്തു പൂർണ്ണമായി സന്നിഹിതനാണ്. അതുപോലെ തന്നെ കുർബാന അർപ്പിക്കുന്ന പുരോഹിതനിലും ക്രിസ്തു പ്രവർത്തിക്കുന്നു. അപ്പോ പുരോഹിതൻ ക്രിസ്തുവിന്റെ ഒരു പ്രതിനിധി മാത്രമല്ല, ക്രിസ്തു പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ്. ശരി. രണ്ടാമത്തേതോ? മറ്റു കൂദാശകളിൽ, ഉദാഹരണത്തിന് ഒരു പുരോഹിതൻ ഒരാൾക്ക് മാമോദീസ നൽകുമ്പോൾ ഈ രേഖകൾ പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെയാണ് ആ വ്യക്തിക്ക് മാമോദീസ നൽകുന്നത് എന്നാണ്. പുരോഹിതൻ ക്രിസ്തുവിന്റെ ദൃശ്യമായ അടയാളം മാത്രം. ഇത് എല്ലാ കൂദാശകൾക്കും ബാധകമാണ്. ഇത് കേൾക്കുമ്പോൾ കൂദാശകളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. ശരി. മൂന്നാമത്തെ വഴി എന്താണ്? അവിടുത്തെ വചനത്തിൽ. പള്ളിയിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അത് പഴയ നിയമമായാലും പുതിയ നിയമമായാലും യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതൊരു വെറുമൊരു പുസ്തക വായനയല്ല. അതെ, അതല്ല. പലപ്പോഴും പഴയ നിയമ വായനകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടെങ്കിലും പാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ സംസാരിക്കുന്നത് ക്രിസ്തുവാണെന്നോർത്താൽ അതിനെ സമീപിക്കുന്ന രീതി തന്നെ മാറും. ശരി. നാലാമത്തേതും അവസാനത്തേതുമായ വഴി. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുമ്പോൾ എന്റെ നാമത്തിൽ 2 or 3 പേർ ഒന്നിച്ചു കൂടുന്നിടത്ത് ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ആ വാഗ്ദാനം അനുസരിച്ച് ഒരുമിച്ച് കൂടുന്ന വിശ്വാസികളുടെ സമൂഹത്തിൽ ക്രിസ്തു സന്നിഹിതനാണ്. അതുകൊണ്ട് ഏറ്റവും ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോലും വലിയ പ്രാധാന്യമുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മുടെ ഈ ഭൂമിയിലെ ആരാധന സ്വർഗത്തിലെ ആരാധനയുടെ ഒരു മുന്നാസ്വാദനമാണെന്നും പറയുന്നുണ്ട്. സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ വലിയ സ്വർഗീയ ആരാധനയിൽ ഒരുമിച്ച് ചേരുകയാണ്. ഓരോ കുർബാനയും സ്വർഗത്തിന്റെ ഒരു ചെറിയ ഭാഗം ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. അതെ,
നമ്മളൊരു വലിയ പ്രപഞ്ചം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ആരാധനയുടെ ഭാഗമായി മാറുകയാണ്. കൊള്ളാം. അപ്പോൾ പിതാവായ സംഗീത സംവിധായകൻ, പുത്രനാകുന്ന അവതരണം. ഇനി നമ്മുടെ ഓർക്കസ്ട്രയിലെ കണ്ടക്ടറുടെ റോളിലേക്ക് വരാം, അതായത് പരിശുദ്ധാത്മാവ്. ഈ ദൈവിക സംഗീതം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ എങ്ങനെയാണ് സ്പർശിക്കുന്നത്? അവിടെയാണല്ലോ പരിശുദ്ധാത്മാവിന്റെ പങ്ക്. വളരെ ശരിയാണ്. ആരാധനാക്രമത്തിൽ പരിശുദ്ധാത്മാവിനെ വിശ്വാസത്തിന്റെ പരിശീലകൻ എന്നും ദൈവത്തിന്റെ മഹനീയ സൃഷ്ടികളുടെ ശില്പി എന്നുമൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ലക്ഷ്യം ഒന്നു മാത്രം: ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ജീവനിൽ നമ്മെ പങ്കുകാരാക്കുക. ആരാധനാക്രമം വെറുമൊരു ചടങ്ങായി പോകാതെ അതൊരു ജീവിക്കുന്ന അനുഭവമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവ് സാധിക്കുന്നത്? അതിന് പല ഘട്ടങ്ങളുണ്ടെന്ന് ഈ രേഖകൾ പറയുന്നു. അതെ, ഒരു 4 പ്രധാന ഘട്ടങ്ങളായിട്ട് ഇതിനെ കാണാം. ഒന്നാമതായി, പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുന്നു, ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ നമ്മുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്തുന്നു. രണ്ടാമതായി, ക്രിസ്തുവിനെയും അവിടുത്തെ രക്ഷാകര പ്രവൃത്തികളെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, ആ ഓർമ്മയെ ഒരു സജീവ യാഥാർത്ഥ്യമാക്കി ക്രിസ്തു രഹസ്യത്തെ അവിടെ സന്നിഹിതമാക്കുന്നു. നാലാമതായി, നമ്മെ ക്രിസ്തുവുമായി ഒരുമിപ്പിച്ച് ഒരു സമൂഹമാക്കി മാറ്റി അവിടുത്തെ ദൗത്യത്തിൽ പങ്കുകാരാക്കുന്നു. ഈ ഒരുക്കുന്ന ഘട്ടത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിക്കാമോ? പഴയ ഉടമ്പടിയുമായി ഇതിന് വലിയ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. പഴയ ഉടമ്പടിയിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെല്ലാം വരാനിരിക്കുന്ന ക്രിസ്തുവിന്റെ ഒരു നിഴലായിരുന്നു. പരിശുദ്ധാത്മാവ് ഈ പഴയ കാര്യങ്ങളെ പുതിയ ഉടമ്പടിയിൽ പൂർത്തിയാക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാക്രമത്തിൽ പഴയ നിയമ വായനകളും സങ്കീർത്തനങ്ങളും ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പഴയതും പുതിയതും തമ്മിലുള്ള ഒരു തുടർച്ച പരിശുദ്ധാത്മാവ് ഉറപ്പാക്കുന്നു. ഇതിനെയാണോ ടൈപ്പോളോജിക്കൽ വ്യാഖ്യാനം എന്ന് പറയുന്നത്? അതായത് പഴയ നിയമത്തിലെ ടൈപ്പുകൾ അഥവാ പ്രതീകങ്ങൾ ക്രിസ്തുവിൽ പൂർത്തിയാകുന്നു എന്ന് മനസ്സിലാക്കുന്നത്? അതെ, അതുതന്നെ. ഇതൊരു സിനിമയുടെ ട്രെയിലർ പോലെയാണെന്ന് ചിന്തിക്കാം. ഓ, പഴയ നിയമത്തിലെ സംഭവങ്ങൾ ക്രിസ്തുവെന്ന സിനിമയുടെ ട്രെയിലറുകളായിരുന്നു. പരിശുദ്ധാത്മാവാണ് ആ ട്രെയിലറുകൾ കാണുമ്പോൾ, ഓ, ഇത് വരാനിരിക്കുന്ന വലിയ സംഭവത്തിന്റെ സൂചനയായിരുന്നല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കൊള്ളാം. ഉദാഹരണത്തിന്, പ്രളയത്തിൽ നിന്ന് നോഹയുടെ പെട്ടകം രക്ഷിച്ചത് മാമോദീസായിലൂടെയുള്ള രക്ഷയുടെ ഒരു ട്രെയിലറായിരുന്നു. മരുഭൂമിയിൽ ദൈവം നൽകിയ മന്ന സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പമായ പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രിവ്യൂ ആയിരുന്നു. ആ, മൂവി ട്രെയിലർ ഉപമ വളരെ സഹായകമായി. യഹൂദ ആരാധനാക്രമവുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. നമ്മുടെ ആരാധനാക്രമത്തിന്റെ ഘടന, പ്രത്യേകിച്ചും വചന ശുശ്രൂഷ, യഹൂദ സിനഗോഗുകളിലെ പ്രാർത്ഥനകളിൽ നിന്ന് ഒരുപാട് കടം കൊണ്ടിട്ടുണ്ട്. നമ്മുടെ പല പ്രാർത്ഥനകൾക്കും, കർത്തൃപ്രാർത്ഥനയ്ക്ക് പോലും യഹൂദ പ്രാർത്ഥനകളുമായി സാമ്യങ്ങളുണ്ട്. ശരിയാണ്. എന്നാൽ ഉള്ളടക്കത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് പെസഹ. യഹൂദർക്ക് അത് ഈജിപ്തിൽ നിന്നുള്ള ചരിത്രപരമായ വിമോചനത്തിന്റെ ഓർമ്മയാണ്. അവർ ഇന്നും ഭാവിയെ ഉറ്റുനോക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ മരണത്തിലും ഉയിർപ്പിലും ആ പെസഹ പൂർത്തിയായി കഴിഞ്ഞു. നമ്മളത് വർത്തമാനകാലത്ത് ആഘോഷിക്കുകയും അതിന്റെ അന്തിമ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ശരി. തിരികെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലേക്ക് വന്നാൽ, ഹൃദയങ്ങളെ ഒരുക്കുക എന്നത് പരിശുദ്ധാത്മാവിന്റെ മാത്രം ജോലിയല്ല, അതൊരു കൂട്ടായ പ്രവർത്തനമാണെന്ന് പറയുന്നു. അതെന്താണ് അർത്ഥമാക്കുന്നത്? അതിനർത്ഥം പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ചേർന്നാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. ആരാധനാകർമ്മത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടേണ്ടതുണ്ട്. വിശ്വാസം, മാനസാന്തരം, ദൈവഹിതത്തിന് കീഴടങ്ങാനുള്ള മനസ്സ്, ഇവയെല്ലാം നമ്മളിൽ ഉണർത്താൻ പരിശുദ്ധാത്മാവ് ശ്രമിക്കുന്നു. ആ കൃപയോട് നമ്മൾ സഹകരിക്കുമ്പോഴാണ് ആ ഒരുക്കം പൂർണ്ണമാകുന്നത്. ശുശ്രൂഷകർക്കും സമൂഹത്തിനും ഇതിൽ പങ്കുണ്ട്. ഓക്കേ, അപ്പോ ഒരുക്കത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. ഇത് വെറുമൊരു ബുദ്ധിപരമായ ഓർമ്മയല്ല, അല്ലേ? ഒരിക്കലുമല്ല. ഇതിന് അനംനേസിസ് എന്നൊരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം സജീവമായ ഓർമ്മ എന്നാണ്. പരിശുദ്ധാത്മാവ് സഭയുടെ ജീവനുള്ള ഓർമ്മയാണ്. അവിടുന്ന് ക്രിസ്തുവിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും നമ്മുടെ ഓർമ്മയിൽ വെറും ഭൂതകാല സംഭവമായിട്ടല്ല, മറിച്ച് ഇപ്പോഴും ജീവിക്കുന്ന, നമ്മെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നായി നിലനിർത്തുന്നു. ദൈവവചനം വായിക്കുമ്പോൾ അതിന് ജീവൻ നൽകുന്നത്, പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും നമ്മെ പ്രചോദിപ്പിക്കുന്നത്,
അടയാളങ്ങളുടെ അർത്ഥം വെളിപ്പെടുത്തി തരുന്നത് ഇതെല്ലാം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തിരികെ എത്തുകയാണ്. ആരാധനാക്രമം എന്നത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് പരിശുദ്ധ ത്രിത്വത്തിന്റെ സജീവമായ ഒരു പ്രവർത്തനമാണ്. നമ്മുടെ ഓർക്കസ്ട്ര ഉപമ ഉപയോഗിച്ചു പറഞ്ഞാൽ, പിതാവ് എല്ലാ അനുഗ്രഹങ്ങളുടെയും സംഗീതം രചിച്ച സംഗീത സംവിധായകനാണ്. പുത്രൻ തന്റെ കാലാതീതമായ പെസഹ രഹസ്യത്തിലൂടെ ആ സംഗീതം ലോകത്തെ രക്ഷിക്കാനായി അവതരിപ്പിക്കുന്ന മുഖ്യ കലാകാരനാണ്. പരിശുദ്ധാത്മാവ് ഒരു കണ്ടക്ടറെ പോലെ ആ സംഗീതം നമ്മെ ഒരുക്കുകയും അതിന്റെ അർത്ഥം ഓർമ്മിപ്പിക്കുകയും അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവമാക്കി മാറ്റുകയും ചെയ്യുന്നു. വളരെ മനോഹരമായി താങ്കൾ അതിനെ സംഗ്രഹിച്ചു. അപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായി ഈ രേഖകൾ ഒരു കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആരാധനാക്രമത്തെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലെന്നും ഹൃദയങ്ങളെ ഉരുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെയും സഭാസമൂഹത്തിൻ്റെയും ഒരു കൂട്ടായ പ്രവർത്തനമാണെന്നും പറയുന്നു. അപ്പോൾ അടുത്ത തവണ ഒരു ആരാധനാകർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ ദൈവികവും മാനുഷികവുമായ കൂട്ടായ പ്രവർത്തനത്തിൽ നിങ്ങളുടെ പങ്ക് എന്താണെന്ന് ചിന്തിക്കുക. നിങ്ങൾ വെറും കാഴ്ചക്കാരനായി മാറി നിൽക്കുകയാണോ, അതോ ഈ ദൈവിക ഓർക്കസ്ട്രയിലെ ഒരു സജീവ അംഗമായി മാറുന്നുണ്ടോ? പിതാവായ സംഗീത സംവിധായകനെയും പുത്രനാകുന്ന അവതരണത്തെയും പരിശുദ്ധാത്മാവാകുന്ന കണ്ടക്ടറെയും കുറിച്ചുള്ള ഈ അറിവ് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്?